ഹലോ കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെ. കുറച്ച് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നെറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ ഇത് രാവിലെ ചപ്പാത്തി പണിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചമ്മന്തിക്കറിയാണ് കേട്ടോ. ചമ്മന്തിക്കറി പറഞ്ഞാൽ ചട്നി കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ഇടയ്ക്ക് ഇതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചട്നി ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാർക്കൊക്കെ വേഗം കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തിക്കുള്ള കറി ചട്നി വേഗം കടുക് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഇങ്ങനത്തെ ചട്നി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, ഞാൻ എൻ്റെ 1-2 വീഡിയോയിലൊക്കെ ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചപ്പാത്തിക്ക് ഇങ്ങനെയുള്ളൊരു ചട്നി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പൂരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു, അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും വേണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് നെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ എല്ലാം ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സമയത്തിനനുസരിച്ചിട്ടെല്ലാം വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ഇത് തലേ ദിവസം കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിയത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊന്ന് കടുക് വറുത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ച് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തിട്ട് അതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ടിഫിൻ ബോക്സിൽ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെട്ടൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അന്ന് ടാപ്പിങ്ങിനൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല വെയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ഓരോ ദിവസം മരത്തിന് റെസ്റ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ടാപ്പ് ചെയ്യുന്നത് തന്നെ. അപ്പം ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ അടുത്തൊരു തെങ്ങൊക്കെ ഒന്ന് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂട് കൊണ്ട്. അപ്പോൾ അത്രയ്ക്കും ചൂടാണ് ഇവിടെ. അപ്പോൾ അതാ ചട്നിയും അതേപോലെ ചപ്പാത്തിയും കൊഴുക്കട്ട കടുക് വറുത്തതും എല്ലാം ഓരോ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഞാനെല്ലാം അങ്ങോട്ട് അടക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അയ്യാൻകുട്ടിക്ക് നൂഡിൽസ് വേണം പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് അടുത്ത് കടയുള്ളത് കൊണ്ട് തന്നെ ഓടിപ്പോയിട്ട് ഒരു 10 രൂപൻ്റെ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് അത് അവന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയൊന്നുമില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം പിന്നെ ആ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ചോറ്റിന് അരിയിട്ട് കഴിഞ്ഞിട്ട് വേണം കറിക്കുള്ള പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. തക്കാളിയും കുറച്ച് തൈരും മാത്രം മതി. നല്ല അടിപൊളി കറിയുമാണ്. ഒരുപാട് ചോറൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കിയാൽ കേട്ടോ. അങ്ങനെ ഞാൻ ചോറ്റിന് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് കാച്ചി വയ്ക്കുകയാണ്. പിന്നെ ഇത് വെറുതെ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കാച്ചി വയ്ക്കുകയാണ്. വൈകുന്നേരത്തെ ചായക്കുള്ള പാലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു അടിപൊളി തക്കാളിക്കറി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കടുകും ഉലുവയും ഇട്ട് കൊടുത്തു. കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പച്ചമുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം, അതുവരെ ഇളക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓയിലൊന്നും ഒഴിക്കരുത്, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഒന്നുകൂടി കൂടുക. അപ്പോൾ കായപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഈ സമയം ഉണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു തുണ്ട് കായമാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ആ എണ്ണയിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൊരിയിച്ചിട്ട് കയ്യിൽ കൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ടാൽ നല്ല പഴുത്ത 2 തക്കാളി ഉണ്ട്, അതും കൂടെ മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തന്നെ ഒരുപാട് അങ്ങോട്ട് വാടി വരുമൊന്നും വേണ്ട, തക്കാളി ഇങ്ങനെ എടുത്ത് കടിക്കാൻ കിട്ടുന്ന ഒരു രീതിക്ക് വാട്ടിയാൽ മതി കേട്ടോ. എന്നിട്ടിത് കുറച്ച് തേങ്ങയാണ്, അത് ഞാൻ നല്ലപോലെ അങ്ങോട്ട് മഷി പോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള കുറച്ച് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള തൈര് വേണമെങ്കിലും ഒഴിക്കാം, പുളി ഇല്ലാത്തത് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു മീഡിയം തൈരാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരുപാട് ചൂടാവാൻ നിൽക്കണ്ട, മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ നല്ല ചൂടായിരിക്കും കേട്ടോ.
അപ്പോൾ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തക്കാളി കൊണ്ടൊരു ഒഴിച്ചുകറി തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കി നോക്കിക്കോളൂ, സൂപ്പറായിരിക്കും. ശേഷം കുറച്ച് ഉണക്കയിലേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കയ്പ്പയ്ക്കയാണ്, അപ്പോൾ അതും എടുത്തൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണക്കൽ പൊരിക്കുകയും വേണം, കയ്പ്പയ്ക്ക ഒന്ന് വറുത്തെടുക്കുകയും വേണം. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കേക്കുള്ള കറി. അപ്പോൾ ഇതാ കയ്പ്പയ്ക്കയിൽ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മെഴുക്ക് വരട്ടി വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ വെക്കുന്നതും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് എണ്ണ ചിലവാകും കേട്ടോ. പിന്നെ ഇത് കുറച്ച് വാടിയ പോലെ കയ്പ്പയ്ക്ക ആയതുകൊണ്ട് തന്നെ മെഴുക്ക് വരട്ടി വെച്ചാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വറുത്ത പോലെ ആക്കാൻ വേണ്ടിയിട്ട് കയ്പ്പയ്ക്ക ഇങ്ങനെ വട്ടത്തിലൊക്കെ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം മീൻ പൊരിക്കാൻ അടുപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഉണക്കമീൻ ഗ്യാസിലാണ് കേട്ടോ ഞാൻ പൊരിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയം എൻ്റെ ആദ്യത്തെ ഒരു കൂട്ടുകാരനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഫുഡിന് കുട്ടിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് ആ കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോന്ന് വീഡിയോ എങ്ങനെ എടുക്കുക എന്നൊക്കെ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ചോറ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനെന്നും ചോറ് ഇതുപോലെ വാർക്കുകയാണ് കേട്ടോ ചെയ്യുക. കൊട്ടക്കയിലിട്ടിട്ട് ഊറ്റുകയും ചെയ്യുക. പക്ഷേ എനിക്ക് എളുപ്പപ്പണി ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുള്ളൂ ചോറ് വാർക്കൽ. നമ്മൾ കയ്യിൽ കൊണ്ടൊക്കെ കോരി ഊറ്റുമ്പോൾ ഒരുപാട് നേരം നിൽക്കണ്ടേ. അങ്ങനെ ചോറൊക്കെ അവിടെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതാ കയ്പ്പയ്ക്ക ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ തീയിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കയ്പ്പയ്ക്ക കഴിക്കാത്തവരുണ്ടെങ്കിലും കഴിക്കും. അങ്ങനെ കയ്പ്പയ്ക്ക വറുത്തു, ഉണക്കൽ മീൻ പൊരിച്ചു. എന്നിട്ട് ഞാൻ അതിനുശേഷം കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ മുൻഭാഗത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പിന്നെ ഞാൻ വേഗം തുണികളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഈ സമയം എൻ്റെ അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് തുണികളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനെന്തോ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.